Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. ഓക്കെ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സെഷനാണ്. ഓക്കെ സോ അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇംഗ്ലീഷിലെ കുറേ സെഷൻസ് കിട്ടിയിട്ടില്ല അല്ലേ? സോ അപ്പോൾ നമ്മൾ പ്രിലിംസ് ബേസ്ഡ് സെഷനാണ് ഇന്ന് ചെയ്യുന്നത്. സോ ക്ലോസ് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ അതിന് മുമ്പ് നിങ്ങൾക്കറിയാം ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ വീഡിയോ കോഴ്സും അതുപോലെ തന്നെ PDF കോഴ്സസൊക്കെ അവൈലബിൾ ആണ്. സോ നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ 50% ഓഫ്. ഓക്കെ 50% ഓഫിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫർദർ 10% ഡിസ്കൗണ്ട്. ഓക്കെ സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കുറേ ടോപ്പിക്സ് നമുക്ക് ഇംഗ്ലീഷിൽ കവർ ചെയ്യാനുണ്ട്. ലൈക്ക് ഇറർ ഡിറ്റക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മിസ്സിംഗ് സെൻറ്റൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ടുഡേ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോസ് ടെസ്റ്റ് ആണ്. ഓക്കെ സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്ലോസ് ടെസ്റ്റ് ഇങ്ങനെയാണ് വരിക. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും. ആ പാരഗ്രാഫിൽ കുറേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മളൊരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ഒരു സെഷൻ ചെയ്തിരുന്നു. സോ അതിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാം. ചെയ്യാത്തവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ സോ ഇങ്ങനത്തെ ഒരു പാരഗ്രാഫും ആ പാരഗ്രാഫിൽ കുറേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഉണ്ടായിരിക്കും. ഓക്കെ സോ ഈ ഒരു രീതിയിലാണ് പാരഗ്രാഫ് വരിക. നമ്മൾ മെയിൻസിലേക്ക് കിടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ RRB PO മെയിൻസ്, IBPS PO മെയിൻസിലേക്കൊക്കെ കിടക്കുമ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലെവൽ കൂടിയിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ the first thing you have to do is just ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. എന്തിനെക്കുറിച്ചാണോ ഈ പാരഗ്രാഫ് പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ സോ അപ്പോൾ ഈ പാരഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ തെലങ്കാന വിൽ ഡാഷ് ഓൺ എ ലാർജ് സ്കെയിൽ പ്രോഗ്രാം ടു ഡെലിവർ ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മെഡിക്കൽ സാമ്പിൾസ് വയ ഡ്രോൺസ്. The initiative is co-designed with the World Economic Forum and HealthNet Global Limited and Apollo Hospital Group Company. ഓക്കെ സോ ഇവിടെ എന്താണ്, തെലങ്കാന ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? സോ അപ്പോൾ ഈ പാരഗ്രാഫ് നമുക്കൊരു വിധം മനസ്സിലായി. ഇറ്റ് ഈസ് അബൌട്ട് ആൻ ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ Telangana to supply to deliver blood and transport of medical samples via drones. ഓക്കെ സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചാൽ തന്നെ മൊത്തം കണ്ടൻറ്റ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ എന്ത് ചെയ്യാം, ഫർദറായിട്ട് വായിച്ച് നിങ്ങളതിൽ എന്താണോ കണ്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. സോ ഓക്കെ Telangana will dash on a large scale program to deliver blood and transport of medical samples via drones. സോ ഇതാണല്ലേ. സോ ഇവിടെ നമുക്ക് ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വേർഡായിരിക്കണം ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ സോ അലിനിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ആണല്ലേ. അപ്പോൾ എന്തായാലും അലിനിയേറ്റ് വരില്ല, ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ. അതുപോലെ തന്നെ ഡൈവേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന വേർഡാണ്. ഡൈവേർട്ടായി പോയി, എന്തെങ്കിലും ഒരു കാര്യം ഡൈവേർട്ടായി പോവുക എന്നൊക്കെ നമ്മൾ പറയും. എംബാർക്ക് എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിൽ കറക്റ്റായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന വേർഡ് എന്ന് പറയുന്നത്. സോ എംബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിനെയാണ്, ടു ബിഗിൻ സംതിങ്, അതിനെയാണ് എംബാർക്ക് എന്ന് പറയുക. ഓക്കെ ടു ബിഗിൻ സംതിങ്, ടു ബിഗിൻ സംതിങ്. സോ എംബാർക്ക് ഓൺ എ ലാർജ് സ്കെയിൽ പ്രോഗ്രാം മീൻസ് to start something, to begin something. Okay അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. The initiative is co-designed with the World Economic Forum and HealthNet Global Limited and Apollo Hospital Group Company. The project is currently being tested through a dash project. Okay സോ ഈ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെൻ്റ് ആണ്. ക്ലൈംബ് എന്ന് പറയുന്നതും ശരിയല്ല. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ വിഫലമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. സോ പൈലറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ഫോം. സോ പൈലറ്റ് പ്രൊജക്റ്റ്. സോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആവാം, ഓർ സിസ്റ്റം വിച്ച് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഹൗ ഗുഡ് ഇറ്റ് ഈസ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ഇറ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ജസ്റ്റ് അത് എത്ര നല്ലതാണ് എന്നുള്ളതിനെയാണ് നമ്മൾ പൈലറ്റ് എന്ന് പറയുക. പൈലറ്റ് സ്കീംസ് ഉണ്ട്, പൈലറ്റ് പ്രൊജക്റ്റ്, അതായത് പല പ്രൊജക്റ്റുകളും അത് മുഖ്യധാരയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതെന്ത് ചെയ്യും, ഒന്ന് ടെസ്റ്റ് ചെയ്യും അല്ലേ. സോ അതിനെയാണ് പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ പൈലറ്റ് സ്കീം, പൈലറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെ പറയാം.
So the project is currently being tested through a pilot project is the correct word. Okay. അടുത്ത സെൻറ്റൻസ് നോക്കാം. A request for proposal from private vendors to operate the services will later be floated for eventual integration with the state's healthcare chain. Apollo Hospitals Group Company, HealthNet Global, truly believes that the use of drones for transport of organ and other medical aid will contribute to saving many lives. സോ അത് നമുക്ക് കുറേ ലൈഫിനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് പറയുന്നത്. സോ അതായത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. We are happy working with the World Economic Forum and Government of Telangana. So Apollo Hospital പറയാണ്, we are happy working with the World Economic Forum and the Government of Telangana as a clinical partner in this drones project, which I am sure is the next step in our journey of remote healthcare delivery. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം. എ സ്കീംസ് ഫ്രെയിംവർക്ക് ഡാഷ് ദ കീ ഫാക്ടേഴ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ഡ്രോൺ ഓപ്പറേഷൻസ് ആൻഡ് ദ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഫോർ ഈച്ച് യൂസ് കേസ്. ഓക്കെ, സോ ഞാൻ സ്കീമിനെ കുറിച്ച് പറയുകയാണല്ലേ. സോ ആ സ്കീമിനെ കുറിച്ച് പറയും തുടങ്ങുന്നതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ നമുക്ക് റിവൈസ് എന്നുള്ള വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഓക്കെ, അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രോമിസ് അല്ല, കാരണം പ്രോമിസ് ഒരു കാര്യം ഇങ്ങനെ ചെയ്യും എന്നുള്ളത് പ്രോമിസ് ചെയ്യുന്ന സെൻറ്റൻസ് അല്ല അല്ലേ. സോ ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് അല്ലേ. സോ കറക്റ്റ് വേർഡ് ഫിറ്റിംഗ് ദ ബ്ലാങ്ക് ഏതാണ്, ഓപ്ഷൻ എ ആണ്, ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ്. ഔട്ട്ലൈൻ മീൻസ് എ ജനറൽ ഡിസ്ക്രിപ്ഷൻ which is used to provide a general description which is used to provide the essential features of something but not in detail. Okay, essential features of something but not in detail. മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ ഇതാണ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദ സ്കീം ഫ്രെയിംവർക്ക്സ് ഔട്ട്ലൈൻസ് ദ കീ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു ഓവർവ്യൂ തരും, അല്ലെങ്കിൽ കറക്റ്റ് ഡീറ്റെയിലിൽ പറയില്ല, പക്ഷെ എന്താണ് സംഭവം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ എസെൻഷ്യൽ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം. Drones are helping people in remote rural areas become dash to important services. Okay. ഏരിയാസ് ബിക്കം ഡാഷ് ടു. സോ ബോർ വരില്ല അല്ലേ, കറക്റ്റ് വേർഡ് അല്ല. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ്, ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഡിസ്പേഴ്സ് ആയി പോവുക അല്ലെങ്കിൽ ഡിസ്പേഴ്സ് പടർന്നു പോവുക എന്നുള്ള അർത്ഥമാണ് അല്ലേ. സോ ഇവിടെ എന്ത് വരും, ബിക്കം കണക്റ്റഡ് ടു, റിമോട്ട് ഏരിയാസ് ബിക്കം കണക്റ്റഡ് ടു ഇമ്പോർട്ടൻറ്റ് സർവീസസ് എന്നുള്ളത് പറയാം. സോ ഹെൽപ്ഫുൾ ഇൻ റിമോട്ട് ഏരിയാസ് ബിക്കം കണക്റ്റഡ് ടു ഇമ്പോർട്ടൻറ്റ് സർവീസസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ്. Adopting this framework brings Telangana one step closer to rolling out a system that could save life. It outlines what challenges drones can solve, how to dash operations and how to implement them. Okay, compliance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റൂളോ അല്ലെങ്കിൽ റെഗുലേഷൻസോ അല്ലെങ്കിൽ റൂൾസിൻ്റെ കൂടെ നമ്മൾ കംപ്ലൈ ചെയ്യാമെന്ന് പറയും, അത് നമ്മൾ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് വരിക. സോ ഹിയർ ഇറ്റ് ഈസ് നോട്ട്, ഇവിടെ അത് ആപ്റ്റ് അല്ല അല്ലേ, വേർഡ് ആപ്റ്റ് അല്ല. അതുപോലെ തന്നെ ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാലിഡ് അല്ലാത്തത്. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഓഫർ ചെയ്യുക എന്നുള്ളതാണ്, ഇവിടെയല്ല. സോ ദ ആൻസർ ഇസ് ഓവർസീ. ഓവർസീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൂപ്പർവൈസ് എ വർക്കാണ്. ഓവർസീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസ് എ വർക്ക് എസ്പെഷ്യലി ഇൻ ആൻ ഓഫീസ് കപ്പാസിറ്റി. സോ ഒരു വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഓവർസീ എന്ന് പറയുക. സോ ഇത് കറക്റ്റ് ഫോം ഇസ് ഹൗ ടു ഓവർസീ ഓപ്പറേഷൻസ് ആൻഡ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദം. ഓക്കെ, അടുത്ത നോക്കാം. സോ അടുത്ത നമുക്ക് വേറൊരു പാരഗ്രാഫാണ്, ഫില്ല് ചെയ്യാനുള്ള പാരഗ്രാഫാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ പാരഗ്രാഫ് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ആസ് എ മേജർ ഡാഷ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ദാറ്റ് എൻഡ്സ് അപ്പ് ഇൻ ദ ഓഷ്യൻ, ഇന്ത്യ ഈസ് ഡാഷ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഡാഷ് ദ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ. Union Environment Minister Harsh Vardhan has said the government means business and the UN theme beat plastic pollution will not remain and dash slogan. Okay, so ഇതിൽ ഇവർ പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് വിച്ച് ആർ ഡംപ്ഡ് ഇൻ ദി ഓഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. സോ അപ്പോൾ എന്തായിരിക്കും, പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡംപിങ്ങിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് രണ്ട് സെൻറ്റൻസ് വായിച്ചപ്പോൾ മനസ്സിലായി. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഫർദർ ആയിട്ട് വായിക്കുക. ഓക്കെ, അൺടിൽ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കണ്ടന്റ്. ഓക്കെ,
സോ ഓക്കെ ഇവിടെ നോക്കിയേ, ആസ് എ മേജർ ഡാഷ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യല്ല അല്ലേ. സോ ഓർഗനൈസർ എന്നുള്ള ഫോം എന്താണ്? തെറ്റാണ്. ജനറേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒരു നൗൺ ഫോം വരണം അല്ലേ, ജനറേറ്റിംഗ്. സോ ഇത് ING ഫോമായി, സോ ഇറ്റ് ഈസ് റോങ്. ഇമ്പോർട്ടർ എന്താണ്? അല്ല, ഇമ്പോർട്ട് ചെയ്യല്ല. ഓപ്പറേറ്റർ, ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യല്ല, ആക്ച്വലി എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ആസ് എ മേജർ പ്രൊഡ്യൂസർ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നുള്ളത് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യ ഈസ് ഡാഷ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഡാഷ് വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ. സോ ഇന്ത്യ ഈസ് എന്തായിരിക്കും വരിക? ഇന്ത്യ ഈസ് ഡാഷ് ദ ബെസ്റ്റ് പ്ലേസ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മേജർ കോൺട്രിബ്യൂട്ടർ ടു പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ മേജർ പ്രൊഡ്യൂസർ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. സോ ഇന്ത്യ ഈസ് ഡാഷ് ദ ബെസ്റ്റ് പ്ലേസ് ടു വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും റാപ്പിഡ്ലി വരിക. റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ചെയ്യുന്ന, റാപ്പിഡായിട്ട് ചെയ്യുന്നു, റാപ്പിഡായിട്ട് ഒരു പ്രക്രിയ നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ റാപ്പിഡ്ലി ആണ് അല്ലേ. സോ റാപ്പിഡ്ലി എന്തായാലും വരില്ല, കൺവേർട്ടബിളി വരില്ല. നൺത്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിരുന്നാലും എന്നുള്ള അർത്ഥമാണ്, സോ അതും ഈ ബ്ലാങ്കിൽ ഫിറ്റ് ചെയ്യില്ല. നെവർത്ലെസ് എന്ന് പറഞ്ഞാൽ ഇൻ സ്പൈറ്റ് ഓഫ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്, സോ അതും ഇവിടെ ഫിറ്റ് ചെയ്യില്ല അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഇ, ആർഗ്യുബിളി. ആർഗ്യുബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ ദ പ്രോസസ് ഓഫ് ആർഗ്യൂയിങ്, ഇൻ ദ ഡിബേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ഡിഫെൻസിബിളി എന്നൊക്കെ നമുക്ക് എന്ത് പറയാം. സോ ഇന്ത്യ ഈസ് ആർഗ്യുബിളി ദ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയും. ഓക്കെ, ആർഗ്യുബിളി ദ ബെസ്റ്റ് പ്ലേസ് ടു ഡാഷ് വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ. അതായത് എന്ത് ചെയ്യണം? ഇനി ഇവിടെ വരേണ്ടത് ഒരു ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കണം അല്ലേ. അതായത് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + ദ വെർബ് 1 ഫോമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ 2ന് ശേഷം നമുക്ക് അങ്ങനത്തെ ഒരു ഫോം ആയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഓർഗനൈസ്ഡ് വരില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിച്ച് പറയാം അല്ലേ. സോ നമ്മൾ എന്താണ്, ഒരു ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. സോ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ എന്ന് പറഞ്ഞ സംഭവം ഹോസ്റ്റ് ചെയ്യുകയാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹോസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Union Environment Minister Harsh Vardhan has said the government means business and the UN theme beat plastic pollution will not remain an dash. So an ഇവിടെ ഒരു വവ്വലാണല്ലേ വന്നിട്ടുള്ളത്. സോ അതിനനുസരിച്ചുള്ള വേർഡ് ആയിരിക്കും വരിക. സോ യു ക്യാൻ സേ ഫേമസ് വരില്ല, മിക്സ് വരില്ല, കോംപ്ലെക്സ് വരില്ല, ഫുൾ വരില്ല. ഓൺലി ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് empty. സോ ആൻ empty സ്ലോഗൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇഡിയം കൂടിയാണ് കേട്ടോ. ആൻ empty സ്ലോഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഡിയം കൂടിയാണ്. കണ്ടെയ്നിങ് നത്തിങ് എന്നുള്ള അർത്ഥം വരുന്നു, കണ്ടെയ്നിങ് നത്തിങ്. ഓക്കെ, സോ അടുത്ത നോക്കാം. ഹിസ് ക്ലെയിം വുഡ് ഹാവ് ഡാഷ് ഗ്രേറ്റർ കോൺഫിഡൻസ് ഹാഡ് ഇന്ത്യ ടേക്കൺ ഇറ്റ്സ് ഓൺ റൂൾസ് ഓൺ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഹിസ് ക്ലെയിം വുഡ് ഹാവ് എന്താണ്? ഫിൽഡ് എന്നുള്ള ഫോം തെറ്റാണ്. സോ പിന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി, ഹാവ് വന്നതുകൊണ്ട് ഇവിടെ ഒരു പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം, ഇവിടെ ഫോം ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. സോ ഇപ്പോൾ എന്തായാലും എല്ലാം ആ കറക്റ്റ് ഫോമിൽ തന്നെയാണ്. സോ നമുക്ക് ഗ്രാമർ റൂൾസ് പറ്റില്ല, പകരം നമ്മൾ എന്താണ് വൊക്കാബ് തന്നെ നോക്കണം അല്ലേ. സോ ഫിൽഡ് എന്നുള്ള എന്താണ്? എന്തെങ്കിലും ഒന്ന് നിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്, അതെന്തായാലും ഇവിടെ വരില്ല. റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, സംഭവം അല്ലെങ്കിൽ സീക്രട്ട് എന്തെങ്കിലും റിവീൽ ചെയ്യുക എന്നുള്ളത് പറയും. ഇംബൈബ് ചെയ്യുക, വലിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ അതും വരില്ല. പിന്നെ എന്താണ്? ഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഫോഴ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും അല്ലേ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹാവ് ഇൻസ്പയർഡ് ഗ്രേറ്റർ കോൺഫിഡൻസ്. അതായത് എന്താണ്? ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേർഡാണ് അല്ലേ. സോ ആ പോസിറ്റീവ് വേർഡിനെ ഉൾക്കൊള്ളുന്ന ഒരു വേർഡായിരിക്കണം ഓപ്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. സോ ഗ്രേറ്റർ കോൺഫിഡൻസ് മീൻസ് കോൺഫിഡൻസ് എന്താണ്? ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ അസ് അല്ലേ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഹാഡ് ഇന്ത്യ ടേക്കൺ ഇറ്റ്സ് ഓൺ റൂൾസ് ഓൺ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ അതായത് ഹർഷവർദ്ധൻ പറഞ്ഞിട്ടുള്ള ഹിസ് ക്ലെയിംസ് നമുക്ക് എപ്പോഴാണ് ഇൻസ്പയർഡ് ഗ്രേറ്റ് കോൺഫിഡൻസ് ഹാഡ് ഇന്ത്യ ടേക്കൺ ഇറ്റ്സ് ഓൺ റൂൾസ് ഓൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ത് വരും? 6ൽ എന്ത് വരും? 6ൽ സീരിയസ്ലി എന്ന് വരും അല്ലേ. അതായത് ഈ ഒരു ക്ലെയിം നമുക്ക് കോൺഫിഡൻസ് തന്നേനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് സീരിയസ് ആയി എടുത്തിരുന്നുവെങ്കിൽ എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹാഡ് ടേക്കൺ ഇറ്റ്സ് ഓൺ റൂൾസ് ഓൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് സീരിയസ്ലി. ഓക്കെ, സോ ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. അൾട്ടിമേറ്റ്ലി അറ്റ് ലാസ്റ്റ് ആണ്. ഇഗ്നോറൻ്റ്ലി പറഞ്ഞാൽ അവഗണിക്കുകയാണ്. കാഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്നെസ് ഇല്ലാതെ എടുക്കുകയാണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, സീരിയസ്ലി. ഓക്കെ, ബോത്ത് ദ സോളിഡ് റെഗുലേഷൻസ് മോസ്റ്റ്ലി ഓപ്ഷൻ 7. ഓക്കെ, 7 നോക്കാം. വിച്ച്
Oh, okay. Both the solid waste management rules and plastic rules of management rules of 2016, which were dash on പ്രീവിയസ് റെഗുലേഷൻസ്. ഓക്കെ, സോ അവിടെ നമുക്കറിയാം അവിടെ ഒരു റൂൾസിന്, ഒരു സെറ്റ് ഓഫ് റൂൾസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റൂൾസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ആക്ച്വലി അവിടെ എന്താണ്, പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ എന്ത് പാടില്ല, ഒരു സിംഗുലർ ഫോം എന്തായാലും നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ആക്ച്വലി ഗ്രാമർ റൂൾസ് ഉപയോഗിച്ചിട്ട് എല്ലാം വേർഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. സോ ബാക്കി അവിടെ ഉള്ളത് ബിൽട്ട് ആണ് അല്ലേ. സോ വിച്ച് വർ ബിൽട്ട് ഓൺ പ്രീവിയസ് റെഗുലേഷൻ, മോസ്റ്റ്ലി അവിടെ ഒരു പ്ലൂറൽ ഫോം ആയിരിക്കണം വരേണ്ടത് അല്ലേ. സോ മോസ്റ്റ്ലി റിലീസ് ഓൺ പേപ്പർ അല്ലല്ലോ, റിലീസ് ഇസ് എ റോങ് ഫോം, ലീവ്സും സ്റ്റേസും കട്ടായിപ്പോയി. ലൈ ഓൺ പേപ്പർ ഇസ് ആൾസോ റോങ്. ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ലൈയിങ്, ദാറ്റ് ഈസ് ആൾസോ റോങ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ഇ, റിമെയിൻ, വിച്ച് വർ ഓക്കെ റിമെയിൻ, മോസ്റ്റ്ലി റിമെയിൻ ഓൺ പേപ്പർ എന്ന് വരും അല്ലേ. സോ ഹിയർ ഓപ്ഷൻ 8 എന്ത് വരും, റിമെയിൻ ഓൺ പേപ്പർ എന്ന് വരും. ഓക്കെ, സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് സിംപ്ലി നോട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് സിംപ്ലി നോട്ട്, സോ ഇവിടെ ഹാവ് ആണല്ലേ. സോ അപ്പോൾ ഇവിടെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം ആയിരിക്കും വരേണ്ടത്. സോ പ്രൊവൈഡ് വരില്ല, അവെയിൽ വരില്ല, അതുപോലെ തന്നെ ഗ്രാൻറ്റും വരില്ല, എലവും വരില്ല. അത് ഓൺലി കറക്റ്റ് ഓപ്ഷൻ എന്താണ്, ഗിവൺ ആണ് അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് സിംപ്ലി നോട്ട് ഗിവൺ ദം ദി നെസസറി ഓക്കെ നെസസറി എന്ത് വരും, നെസസറി ഹാവ് നോട്ട് ഗിവൻ ദം ദ നെസസറി. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ്, വെലോസിറ്റി ആണ്, സ്പീഡിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിക്വയർമെൻറ്റ് വരില്ല, ദം ദ നെസസറി റിക്വയർമെൻറ്റ്, നോ. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് നോട്ട് ഗിവൻ ദം ദ നെസസറി ഡാഷ് ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ദാറ്റ് ആർ അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഇവിടെ കുറ്റം പറയാണല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് നോട്ട് ഗിവൺ ദം ദ നെസസറി മൊമെൻറ്റം ഇസ് ദ കറക്റ്റ് ആൻസർ. സോ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി ക്വാളിറ്റി ദാറ്റ് keeps an event developing or making progress after it has started, okay, that keeps an event developing or making progress after it has started. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അതിനാവശ്യമുള്ള, അതായത് ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹാവ് നോട്ട് ഗിവൻ സ്പെഷ്യൽ മൊമെൻറ്റം ഓർ സിംപ്ലി നോട്ട് ഗിവൻ ദം ദ നെസസറി മൊമെൻറ്റം, ആ റൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ റൂൾസ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ റൂൾസിനെ ഒന്നുകൂടിയും കുറച്ചും കൂടി നമ്മളുടെ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉപകരിച്ചില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊമെൻറ്റം എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹാവ് സിംപ്ലി നോട്ട് ഗിവൺ ദം ദ നെസസറി മൊമെൻറ്റം, ഓക്കെ, മൊമെൻറ്റം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, മൊമെൻറ്റം. ഓക്കെ, ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ദാറ്റ് ആർ, സോ ഇനി നമ്മൾ ആരെയാണ് പറയുന്നത്, പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെയാണ് പറയുന്നത് അല്ലേ. സോ ദെൻ ദ നെസസറി ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ദാറ്റ് ആർ ഡാഷ് യൂസ്ഡ്, ഇനി പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയാണ്, ദാറ്റ് ആർ യൂസ്ഡ് ജസ്റ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് have shown little concern about the negative environmental impact. So plastic waste പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെ കുറിച്ചിട്ടും നമ്മളവിടെ നെഗറ്റീവായിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രൊഡ്യൂസേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ദാറ്റ് ആർ, ഇവിടെ എന്ത് വരും, സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം എന്നുള്ള അർത്ഥമാണ്. ഇൻആർഗ്യുബിളി നമുക്കറിയുന്ന കാര്യമാണ്. വേരിയസ്ലി പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. പാർഷ്യലി പറഞ്ഞാൽ ചെറുതായിട്ട് എന്നുള്ള അർത്ഥം വരുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വിത്തൗട്ട് എനി ചേഞ്ച്. അതായത് ഇങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഉണ്ട് എന്നറിഞ്ഞിട്ടും പ്രൊഡ്യൂസേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത്, വിത്തൗട്ട് എനി ചേഞ്ച് ദേ ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി അല്ലേ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്, ഇൻവാരിയബിളി. And the producers of plastic articles that are invariably used just for a few minutes have shown little concern about the negative environmental impact. Okay. Now, the center's somewhat dash estimates show over 60% of about 25,000 tons of plastic waste generated daily is collected. So, center somewhat
എസ്റ്റിമേറ്റ് ആണ് അല്ലേ. സോ അവിടെ എന്താണ്, ആ എസ്റ്റിമേറ്റിനെ കുറിച്ച് പറയുകയാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ഒരു അഡ്ജക്റ്റീവ് ഫോമാണ് അല്ലേ. സോ എന്താണ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ അതായത് സഡൻ ചേഞ്ചുകൾ ആഗ്രഹിക്കാത്ത ആൾക്കാരെയാണ് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൂസ് നമുക്കിവിടെ ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൂസ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളൊരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഫോം, ലിബറൽ എന്നുള്ളതാണ്. അതായത് ഫ്രീ ആൻഡ് അൺറെസ്ട്രെയിൻഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഫ്രീ ആൻഡ് അൺറെസ്ട്രെയിൻഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ലിബറൽ എസ്റ്റിമേറ്റ് ഷോസ്, സോ ഇവിടെ ആക്ച്വലി ലിബറൽ എസ്റ്റിമേറ്റ് ആണ്. സംവാട്ട് ലിബറൽ എസ്റ്റിമേറ്റ് ഷോസ് over 60% of about 25,000 tons of plastic waste generated daily is connected. അതായത് 25,000 ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 60% കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് എസെൻഷ്യലി മീൻസ് എ ഡാഷ് 10,000 ടൺസ് ഓഫ് trash is being released into the environment. So അതിൻ്റെ ബാക്കി ശതമാനം മീൻസ് അറൗണ്ട് 10,000 ടൺസ് ഓഫ് trash എന്താണ് എൻവിറോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യാണ്. സോ സംവാട്ട് എന്താണ് അതിൻ്റെ കുറച്ച് ഭാഗം എന്താണ്, ലോട്ട് ഓഫ് ഇറ്റ് ഗോയിങ് ഇൻ ടു ദ സീ. സോ ഇവിടെ എന്ത് വരും, സ്റ്റാമറിങ് നമുക്കറിയുന്ന വേർഡാണ്. ക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതൻറ്റിക് ആയിട്ടുള്ള നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന് ക്രെഡിബിൾ ഡാറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ലാക്കിങ് നമുക്കറിയാം. ഫംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആബ്കാഡ് ആക്ഷനെയാണ് ഫംബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഡു സംതിങ് അവ്കാർഡ്ലി, ഒരു അവ്കാർഡ് ആക്ഷൻ, ടു ഡു സംതിങ് അവ്കാർഡ്ലി, ടു ഡു സംതിങ് അവ്കാർഡ്ലി. സോ അതിനെയാണ് ഫംബ്ലിംഗ് എന്ന് പറയുക. സോ അപ്പോൾ എന്താണ് ഫംബ്ലിംഗ് എന്നുള്ള വേർഡ് ഇവിടെ സ്യൂട്ട് ആവില്ല. സോ ഓൺലി ദ വേർഡ് വിച്ച് സ്യൂട്ട്സ് ദ ബ്ലാങ്ക് ഈസ്, ഓൺലി വേർഡ് വിച്ച് സ്യൂട്ട്സ് ദ ബ്ലാങ്ക് ഇസ് സ്റ്റാഗറിങ്. സ്റ്റാഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷോക്കിംഗ് അല്ലെങ്കിൽ അസ്റ്റോണിഷിംഗ് എന്ന് പറയും. ഷോക്കിംഗ് അല്ലെങ്കിൽ അസ്റ്റോണിഷിംഗ്. സോ ദാറ്റ് മീൻസ് എ ഷോക്കിംഗ് മീൻസ് സ്റ്റാഗറിങ്. Staggering 10,000 tons of trash is being released into the environment, a lot of it going into the sea. Also, not every piece of plastic collected by the system is ഓക്കെ. സോ പിന്നെ എന്താണ് പറയുന്നത്, പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തു, ഇത്ര ശതമാനം കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ അത്രയും ശതമാനം എന്താണ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നില്ല. നമുക്കിവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ട്രഡീഷണലി ഈസ് റോങ്, നാച്ചുറലി പ്രോസസ്സ് നടക്കുന്നില്ലല്ലോ. നമ്മൾ വെറുതെ പ്ലാസ്റ്റിക് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നാച്ചുറലി എന്താണ് പ്രോസസ്ഡ് ആവുന്നില്ല. സോ അവിടെ ഈ ഒരു ഓപ്ഷൻ നാച്ചുറലി പറ്റില്ല. കോമൺലി എന്ന് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. സോ അതും അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഫോമല്ല. സോ ആൻസർ ഇസ് ആർട്ടിഫിഷ്യലി പ്രോസസ്ഡ്. സോ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഡൺ അല്ലേ. സോ ദ ഓൺലി വേ ഇസ് ആർട്ടിഫിഷ്യൽ. സോ ആർട്ടിഫിഷ്യലി നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനം എന്താവുന്നില്ല, റീസൈക്ലിങ്ങോ അല്ലെങ്കിൽ നമുക്ക് റീയൂസോ ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നുമില്ല. സോ അതാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യലി പ്രോസസ്ഡ്. Okay, so it is no surprise therefore the Ganga Brahmaputra Meghna river system is on the UN map of 10 rivers worldwide that dash carry the bulk of the plastic waste into the ocean. The effects are evident. They threaten marine life and the well-being of people as microplastics are now found even in drinking water. Okay, alternatively എന്ന് പറഞ്ഞാൽ സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, സോ ഇതിൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിവർ സിസ്റ്റമാണ് ഗംഗ ബ്രഹ്മപുത്ര മേഘന റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആ സിസ്റ്റം എന്ന് പറയുന്നത് UN മാപ്പിൻ്റെ 10 റിവേഴ്സ്, അതായത് 10 റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു റിവറാണ്, അതായത് ബൾക്കായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു റിവറായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് UN മാപ്പ് ഓഫ് 10 റിവേഴ്സിൽ. സോ ഇതിൽ ഈ ഒരു ബൾക്ക് എന്നുള്ള ഫോം കണ്ടുകൊണ്ട് നമുക്കൊരു എന്ത് പറയാൻ പറ്റും, ഒരു കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഫോമായിരിക്കും കുറച്ചും കൂടി ഇതിൽ സ്യൂട്ട് ആവുക അല്ലേ. സോ ഇതിൽ ആൾട്ടർനേറ്റീവ്ലി വരില്ല, അബൻഡൻ്റ്ലി ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ ഇവിടെ ബൾക്ക് പറഞ്ഞതുകൊണ്ട് ഒരു കളക്ഷൻ പറഞ്ഞതുകൊണ്ട് അബൻഡൻ്റ്ലിനേക്കാളും കുറച്ചും കൂടി സ്യൂട്ട് ആവുക ഏതായിരിക്കും, കളക്റ്റീവ്ലി ആയിരിക്കും. ദാറ്റ് കളക്റ്റീവ്ലി ക്യാരി ദി ബൾക്ക് ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു ദി ഓഷ്യൻ. ഓക്കെ, ഓക്കെ, അബൻഡൻ്റ്ലി മീൻസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ലാർജ് ക്വാണ്ടിറ്റീസ് ആണ്, ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, then so combining collectively, so that collectively carry the bulk of the plastic waste into the oceans. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, so sporadically is occasionally or at regular intervals എന്നുള്ള അർത്ഥമാണ് വരുന്നത്, or at regular intervals. So the answer is option E, collectively. Okay, collectively.
ഓക്കെ, അടുത്തത്. സോ ഇനി വേറൊരു രീതിയിൽ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാൻ ചാൻസ് ഇല്ല. അതായത് നമുക്ക് മെയിൻസിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ്, അതായത് നമുക്കിവിടെ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഹാസ് എ പാരഗ്രാഫ് ഫ്രം വിച്ച് വൺ സെൻറ്റൻസ് ഹാസ് ബീൻ ഡിലീറ്റഡ് ആൻഡ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ ചൂസ് ദ വൺ ദാറ്റ് കംപ്ലീറ്റ്സ് ദ പാരഗ്രാഫ് ഇൻ ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇത് ഫില്ല് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്ഷന് ഏതാണ് പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ അൺചെക്ക്ഡ് ആൻഡ് അൺഫിൽറ്റേർഡ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ടി വിയിലും കമ്പ്യൂട്ടറിലും സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് സ്ക്രീൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാൻ ബി ഡേഞ്ചറസ് ഫോർ കിഡ്. ഇറ്റ് ഹാസ് ക്ലിയർ ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ്. ഇറ്റ് ക്യാൻ എഫക്ട് സ്ലീപ്പ് ഓർ പ്രിവെൻറ്റ് കിഡ്സ് ഫ്രം എൻഗേജിങ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി, ദെർബൈ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇന്ത്യസ് റൈസിംഗ് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി റേറ്റ്. സ്ക്രീൻ ടൈം കൂടുന്തോറും കിഡ്സിൽ വരുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് പറയുന്നത്. And studies have shown that young children who are screen users exhibit high rates of aggression. Okay, so അതിൻ്റെ ഇടയിലാണല്ലേ ബ്ലാങ്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത സെൻറ്റൻസ് നോക്കാം. ഓൺലൈൻ ആപ്സ് ആൻഡ് ഗെയിംസ് വിച്ച് ആർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ഇൻറ്റൻറ്റ് ടു അട്രാക്ട് ആൻഡ് ഹൂക്ക് ദർ യൂസേഴ്സ് ആർ പർട്ടിക്കുലർലി അഡിക്റ്റീവ് ഫോർ കിഡ്സ്. ഓക്കെ, സോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. സോ ഇവിടെ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസ് ലിങ്ക് ചെയ്യുന്നത് എന്തായാലും ഈ സെൻറ്റൻസിനെയും അതുപോലെ തന്നെ ഈ സെൻറ്റൻസിനെയും കറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, സോ അത് നമ്മളുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഇത് ലിങ്ക് ചെയ്യുന്ന സെൻറ്റൻസും എന്തായിരിക്കും, നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് ക്യാൻ എക്സാബേറ്റ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് പെർപെച്വേറ്റ് സോഷ്യൽ ഐസൊലേഷൻ. എക്സാബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കണ്ടീഷനെ വീണ്ടും നെഗറ്റീവ് ആക്കുന്നതിനാണ് എക്സാബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പരിഗണിക്കാം അല്ലേ. ഇനി അടുത്ത് നോക്കാം. കോൺടെസ്റ്റ് ഇസ് അബൌട്ട് ഹൗ ദേ ആർ റീ എൻഗേജിങ് വിത്ത് വാട്ട് ദേ ആർ വാച്ചിങ്. സോ നമ്മളവിടെ കോൺസിക്വൻസ് ആണ് പറയുന്നത്. സോ ഹിയർ ഈ സെൻറ്റൻസ് പറ്റില്ല. ഡിവൈസസ് അലോൺ ആർ നോട്ട് ഗോയിങ് ടു ടീച്ച് അവർ ചിൽഡ്രൻ എംപത്തി. നോ, എംപത്തിയെക്കുറിച്ചോ സിമ്പത്തിയെക്കുറിച്ചൊന്നും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സോ വി കനോട്ട് യൂസ് ഇറ്റ്. വി ആർ ലക്കി ടു ലീവ് ഇൻ എ ടൈം വെൻ വി ഹാവ് ദീസ് ടൂൾസ്. നൗ വി ജസ്റ്റ് ഹാവ് ടു ലേൺ ഹൗ ടു യൂസ് ദം. നോ, സോ അത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഈ ഒബീസിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഓപ്ഷൻ ഡി യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഓക്കെ, ടെക്നോളജി ഈസ് വൈറ്റൽ ടു കിഡ്സ് ഫ്യൂച്ചർ അച്ചീവ്മെൻറ്റ്. നോ ആൻഡ് എ നെസസറി പാർട്ട്. ഇവിടെ നെഗറ്റീവ് കോൺസിക്വൻസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പോസിറ്റീവ് കോൺസിക്വൻസും പറഞ്ഞിട്ടില്ല. സോ ഓപ്ഷൻ ഇ പറ്റില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. To do this successfully, the leadership may have to prepare their personnel and create fertile ground for the cross-department collaboration necessary to embrace and implement the change. Continuous organizational learning and renewal is one of the elements, along with human resources, strategic choices, efficiency of implementation, and effective leadership, essential for an organization to become high-performing in an overall sense. Okay, so ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു നമുക്കിപ്പോൾ ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം നടക്കണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഒരു സ്കീം എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഹ്യൂമൻ റിസോഴ്സസ് റിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ചോയ്സസ്, എഫിഷ്യൻസി ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. സോ ഇതൊക്കെ എന്താണ്, നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളാണ്. സോ അതിന് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷനിൽ നിന്ന് നോക്കേണ്ടത്. ഓക്കെ, also there is incentivization for the employees to take up external certification programs to improve the skills and knowledge. So ഈ സ്റ്റേറ്റ്മെൻറ്റ് പറ്റില്ല അല്ലേ. കാരണം എന്താണ്, ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടോ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന സബ്സിഡി കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല അല്ലേ. സോ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്, അല്ലാതെ ഒരു പ്രത്യേക ഒരു സംഭവത്തെ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓപ്ഷൻ എ യൂസ് ചെയ്യാൻ പറ്റില്ല. ആസ് സച്ച് HBR ആപ്റ്റ്ലി ടേംഡ് ദ ഗ്രേറ്റ് ട്രെയിനിങ് റോബറി. ഒരു റോബറിയെ കുറിച്ച് നമ്മളവിടെ പറയുന്നില്ല. അടുത്തത്, അമേരിക്കൻ കോർപ്പറേറ്റ് സ്പെൻഡ് $356 billion in 2015 on training their employees, but only 1 in 4 of them observed any salutary impact on the organization performance. അമേരിക്കൻ കോർപ്പറേറ്റുകൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടേ ഇല്ല. സോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ആഫ്റ്റർ ഓൾ ദോസ് ഹു സ്വെറ്റ് മോർ ഇൻ ട്രെയിനിങ് ബ്ലഡ് ലെസ് ഇൻ കോമ്പാക്ട്, അത് നമുക്കൊരു
കാര്യമായിട്ട് പറയാം അല്ലേ, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. സോ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഓപ്ഷൻ ഡി. സോ അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇ നോക്കാം. ദ മാനേജ്മെൻറ്റ് മസ്റ്റ് നെസസറിലി യൂട്ടിലൈസ് ദ ഫീഡ്ബാക്ക് ടു ഡ്രോ അപ്പ് എ ട്രെയിനിങ് സ്ട്രാറ്റജി വിച്ച് ഇസ് ഇൻ ലൈൻ വിത്ത് കോർപ്പറേറ്റ് ഗോൾസ് ആൻഡ് വാല്യൂസ്. സോ ഒരു പ്രത്യേക മാനേജ്മെൻറ്റിനെ കുറിച്ച് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ട്രെയിനിങ് സ്ട്രാറ്റജിയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ടു എംബ്രൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എ ചേഞ്ച് വാട്ട് വി ഹാവ് ടു ഡു ആൻ ഓർഗനൈസേഷണൽ ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ ഓപ്ഷൻ ഇയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ആഫ്റ്റർ ഓൾ ദോസ് ഹു സ്വെറ്റ് മോർ ഇൻ ട്രെയിനിങ് ബ്ലീഡ് ലെസ് ഇൻ കോമ്പാക്ട്. ഓക്കെ, അടുത്തത്. The legislature, the army, the judiciary, and the media are important structures of the nation. The first sets the rule, the second defends the state, the third determines what is right and what is wrong, and fourth blows the whistle when things go wrong. They have their roles and boundaries. Okay, so ഇതിൽ പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദി നേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടീസും പറയുന്നുണ്ട് അല്ലേ. സോ ഇത്രയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, കാരണം അവരുടെ റൂൾസും ബൗണ്ടറീസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷമുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദി ഇൻഡിവിജ്വൽസ് ടെമ്പറലി ഇൻ ചാർജ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട്സ്. അത് പരിഗണിക്കാം അല്ലേ, കാരണം നമ്മൾ റൂൾസും ബൗണ്ടറീസിനെയും ശേഷം വരാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. Okay. Political demagogues have often used languages that dehumanizes the opponent to undermine them. So ഒരു പൊളിറ്റിക്കൽ കാര്യം മാത്രം ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. സോ ഓപ്ഷൻ ബി നമുക്ക് പറയാൻ പറ്റില്ല. In democracies, the army should be visible sparingly at parades and occasionally to help the emergency disaster relief. സോ ഒരു പ്രത്യേക ഒരു ആർമീനെ ഒന്നും കുറിച്ച് ദേ ഹാവ് ദ റൂൾസ് ആൻഡ് ബൗണ്ടറീസ് ആണ്, ആ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കുറിച്ചാണ് പറയുന്നത് അല്ലേ. അവിടെ വെച്ചിട്ടാണ് ഈ സെൻറ്റൻസ് സ്റ്റോപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ആർമിയെക്കുറിച്ച് മാത്രം നമുക്കവിടെ പറയാൻ പറ്റില്ല. പിന്നെ അവിടെ തന്നിട്ടുള്ള കോണ്ടെസ്റ്റും എന്താണ്, വേറെയാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ സി യൂസ് ചെയ്യാൻ പറ്റില്ല. ദർ ഈസ് അനദർ ഗാർഡിയൻ ദ മീഡിയ. മീഡിയയെക്കുറിച്ച് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ദർ ഈസ് നോ നീഡ്, കാരണം നമുക്ക് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദർ ഈസ് അനദർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അനദർ എന്ന് പറഞ്ഞിട്ട് മീഡിയ തുടങ്ങാമായിരുന്നു. പക്ഷെ അതും പറ്റില്ല. ഓൾ ഇറ്റ് നീഡ്സ് ഇസ് പോപ്പുലർ വിൽ. എല്ലാ കാര്യത്തിലും പോപ്പുലർ വിൽ ആവണം എന്നില്ല. സോ ഇതൊന്നും അപ്ലിക്കബിൾ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാമായിരുന്നു അല്ലേ. ഓൾ ഇറ്റ് നീഡ്സ് ഇസ് പോപ്പുലർ വിൽ. എല്ലാത്തിലും ചില കാര്യങ്ങളിൽ പോപ്പുലർ വിൽ എന്നെ നടക്കണമെന്നില്ല. ചില നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പോപ്പുലർ വിൽ നോക്കാറുമില്ല. സോ അപ്പോൾ നമുക്ക് അത് ഓപ്ഷൻ ആപ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് അതർ കണ്ടീഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം, അത്രയേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. Option A. Institutions are strengthened or weakened depending on how the individuals temporarily in charge of the institution acts. So ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.